എൻ്റെ ഒരു ബാക്കിൽ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2006 മോഡൽ ഒരു ഇന്നോവയാണ് കേട്ടോ. ഈ ഒരു ബാക്കിൽ കിടക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ടൈപ്പ് 4 കൺവേർഷനും ഫുൾ പെയിൻറ്റിംഗ് ആയിട്ട് വന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ പറഞ്ഞാൽ വളരെയധികം മോശം തന്നെയായിരുന്നു. സൈഡിലെ സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അഡീഷണൽ ഫിറ്റിങ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ലെയർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് പുട്ടിയിട്ടിട്ട് ഈ ഒരു വണ്ടിമേ ചെയ്തിട്ടുണ്ട്. അതേപോലെ യൂസ് ചെയ്തിരുന്ന പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ഈ ഒരു ഷേപ്പും കാര്യങ്ങളും എടുക്കാൻ തന്നെ. കാരണം അത് മാക്സിമം നമ്മൾ ഉറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പേപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഉറച്ച് മാക്സിമം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എടുത്ത് കേട്ടോ. അപ്പോൾ ഫുള്ളും നമ്മളിപ്പോൾ അക്കായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ ഇട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടിക്കാൻ പോകുന്നത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പുട്ടിയല്ല നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ അടിച്ച് ലെവൽ ചെയ്തെടുക്കാൻ പറ്റേണ്ട ഏരിയ ഒക്കെ അടിച്ച് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ പുട്ടി എന്തായാലും ഈ ഒരു വണ്ടീനെ എല്ലാ പാനലിലും നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം വേറെ വഴിയില്ല, നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഡെൻറ്റിങ് ചെയ്തിട്ടുണ്ടോ അവിടെ പുട്ടി എന്തായാലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈ ഒരു ഏരിയയിലൊന്നും വലിയ രീതിയിലല്ല പുട്ടി, എന്നാൽ പോലും പുട്ടി എല്ലാ പാനലിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് 2K പാനൽ അടിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വണ്ടി ഇട്ടേക്കാണ്. ഇത് അടിച്ചതിന് ശേഷം വീണ്ടും ഉറച്ച് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും 1K പാനൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്നാലാണ് നമ്മൾ ഈ അടിച്ചിരിക്കുന്ന പുട്ടിയുടെ കണ്ണോട്ടുകൾ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർന്നു പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ആദ്യം നമുക്ക് കാണാം, അതിന് ശേഷം വർക്കിംഗ് പ്രോസസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മളൊരു വണ്ടി പെയിൻറ്റിങ്ങിന് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൈമർ കോട്ടുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾക്ക് പല വണ്ടിയുടെ അവസ്ഥകളൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഓരോ വണ്ടിയും പ്രൈമർ കോട്ടും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വണ്ടിയുടെ ബോഡിയുടെ കണ്ടീഷനും അതേപോലെ തന്നെ പുട്ടി ഒരുപാട് കയറിയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ അടിക്കാൻ പോകുന്നത് 2K പ്രൈമറാണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന പാർട്സ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന പാർട്സ് നമ്മൾക്ക് 2K പ്രൈമർ അടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ അവിടെ 1K അടിച്ചിട്ട് ബാക്കിയുള്ള കംപ്ലൈൻ്റ് ഉള്ള വശങ്ങളിലാണ് 2K പ്രൈമർ അടിക്കുന്നത്. കാരണം ഒരുപാട് കട്ടിയിൽ നമ്മൾ കുറേ ഇത് അടിച്ചു കൊടുത്തിട്ട് ഒരു ഉപകാരം കാര്യങ്ങളില്ല. നമ്മൾ അടിക്കണത് അതിൻ്റേതായ പ്രൊസീജിയറിനും പ്രോസസ്സിനും തന്നെ അടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2K പ്രൈമറാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫുള്ളായിട്ടുള്ള 2K പ്രൈമറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറിയ ചെറിയ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ സ്പോട്ട് പുട്ടി യൂസ് ചെയ്തിട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അവിടെ പുട്ടി യൂസ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 2K പ്രൈമർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2K പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഇപ്പോൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളിലുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ട്, അപ്പോൾ ഒരുപാട് ലെയർ പെയിൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇനിയിപ്പോൾ പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി 2K അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മാക്സിമമായിട്ട് ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഫൈനലി നമ്മളുടെ ആ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടോ. പക്ഷെ നമുക്ക് അതിൻ്റെ വർക്ക് പ്രോഗ്രസ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എടുക്കാനായിട്ട് സാധിച്ചില്ല. വേറെ ഒന്നല്ല, നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ കഴിഞ്ഞ ഒരു സാൻഡ്രോസിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ
നമ്മൾ ആ ടൈമിൽ നമ്മുടെ പുതിയ ഗാരേജിൻ്റെ വർക്കിൻ്റെ ആ ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർക്കിംഗ് പ്രോഗ്രസ് എടുക്കാൻ സാധിച്ചു. എന്നാൽ പോലും ഫൈനലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫൈനലി ആ ഒരു വണ്ടി ഒരു ചെറുതായിട്ടുമായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ അടിച്ച് വണ്ടി ഫുള്ള് കംപ്ലീറ്റ് ആയി. ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED, ടെയിൽ ലൈറ്റ്, ടൈപ്പ് 4 കൺവേർഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് 2K പെർമനൻ്റ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തതാണ്. കാരണം നമുക്ക് കാരണം കുറച്ച് ലെയർ പുട്ടി കൂടുതലായാൽ പോലും നമുക്ക് ആ ഒരു ഗ്ലോ ഫിനിഷിങ് നമുക്ക് പോവാതെ തന്നെ നമുക്ക് ആ ഒരു വണ്ടിയിൽ കിട്ടി. വണ്ടി ടോട്ടലി ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഫൈനലായിട്ടുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മളുടെ ടെക്നീഷ്യൻ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞൊരു ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED, ടെയിൽ ലൈറ്റ്, ടൈപ്പ് 4 കൺവേർഷനാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും വേറെ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ ഫൈനലായിട്ടുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് ആ പഴയ മോഡൽ വണ്ടിയും ഈ വണ്ടി നമ്മൾ ചെറിയൊരു കമ്പാരിസൺ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസിലേക്ക് പോകാം.